അവിടെ ഒരു പ്രതിഷേധവും നമ്മൾ കാണുന്നു. പ്രതിഷേധം ഉണ്ടായി രാവിലെ. അതിന് പിന്നാലെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളുമായി സംസാരിച്ചു. പ്രതിപക്ഷ നേതാവാണ് ഈ പ്രതിഷേധത്തിന് പിന്നിൽ എന്നതായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ആരോപണം. പ്രതിഷേധത്തിനിടയിൽ പ്രതിഷേധക്കാരെ തടയുന്നതിൽ പോലീസിന് സുരക്ഷാ വീഴ്ചയും ഉണ്ടായി എന്നത് വ്യക്തമാകുന്നുമുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പത്തനംതിട്ടയിലുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആരോഗ്യമന്ത്രിക്കെതിരെ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം വി ഡി സതീശനാണ് തനിക്കെതിരായ റീത്ത് വച്ചുള്ള ഈ പ്രതിഷേധത്തിന് പിന്നിൽ എന്നൊരു ആരോപണമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന് പിന്നാലെ പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നത് അടിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ വന്നത്. അവിടെ ഞങ്ങളെ പോകാനുള്ള നടപടി സ്വീകരിക്കണം. പത്തനംതിട്ടയിലും ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായിരിക്കുകയാണ്. പത്തനംതിട്ടയിലും ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടാവുകയാണ്. അതേസമയം ആരോഗ്യമന്ത്രിക്ക് പിന്തുണയുമായി ഇടതു പ്രവർത്തകർ എത്തുന്നു എന്ന് വേണം ആ ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ. ഒരു പ്രതികരണം വരുന്നുണ്ട്, നോക്കാം. ഈ നടപടിയിൽ പ്രതിഷേധിക്കുവാൻ വേണ്ടിയിട്ടാണ് UDF-ന്റെ കൗൺസിലർമാരാകമാനം ഇന്ന് ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തത്. ഞങ്ങൾ നാളെയും ഈ പ്രതിഷേധ യോഗം തുടങ്ങും. കാരണം ഒരു വിട്ടുകിട്ടിയ സ്ഥാപനത്തെ കൗൺസിലിന്റെ അധികാരമില്ലാതെ, കൗൺസിൽ അംഗങ്ങൾ അറിയാതെ, അന്നത്തെ ചെയർമാൻ പോലും അറിയാതെ, ഇടതുപക്ഷത്തിന്റെ ചെയർമാൻ പോലും അറിയാതെ, അല്ലല്ല ഞങ്ങളൊന്നും തടസ്സം. അബാൻ മേൽപ്പാലം അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമോ? കള്ളത്തരമല്ലേ ഉദ്ഘാടനം നടക്കുന്നത്? സ്റ്റേഡിയത്തിന്റെ പണികൾ എവിടെയെങ്കിലും പൂർത്തീകരിച്ചോ? ഹോസ്പിറ്റലിലെ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആദ്യത്തെ ഒരു നില നടത്തിയിട്ട് അതിന്റെ ഉദ്ഘാടനം നടത്തുകയാണ്. ഞങ്ങൾ അങ്ങനെയല്ല പ്രതിഷേധിച്ചു. ഞങ്ങൾ പറഞ്ഞത് MOU ഇപ്പോഴും ഈ നഗരസഭയുടെ അധീനതയിൽ നിന്നും ജില്ലാ സ്റ്റേഡിയം പോയിരിക്കുന്നു. ആ MOU മെമ്മോറാണ്ടം ഓഫ് അപ്പീൽ, അതായത് സ്റ്റേഡിയം കിട്ടുന്നത് ഞങ്ങൾ എതിരല്ലോ. അന്നത്തെ പത്തനംതിട്ട ടൗൺ ഹാളിലാണ് ആരോഗ്യമന്ത്രിയുടെ പരിപാടിക്കിടയിൽ പ്രതിഷേധമുണ്ടായത്. UDF LDF പ്രവർത്തകർ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. പരസ്പരം പോർവിളി ഉയരുകയായിരുന്നു. പത്തനംതിട്ട ടൗൺ ഹാളിന് മുന്നിലാണ് ഈ പ്രതികരണം വരുന്നത്. ജനങ്ങൾക്ക് സ്റ്റേഡിയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘാടക സമിതി കള്ളത്തരമല്ലേ ഇത്? സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജനറൽ ആശുപത്രി നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇലക്ഷൻ എടുത്തപ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അതിന് വേണ്ടിയിട്ടാണ്. അബാൻ മേൽപ്പാലം 4 വർഷക്കാലമായി അബാൻ മേൽപ്പാലം പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. മാരാമൺ പാലം പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. എന്നിട്ട് ഇലക്ഷൻ നടത്തപ്പോൾ ഇലക്ഷന്റെ വിജ്ഞാപനം പുറത്തിറക്കാൻ ശ്രമിച്ചപ്പോൾ വ്യാജമായ ഒരു ഉദ്ഘാടനം നടത്താൻ ശ്രമിക്കുന്നു. ഈ ഉദ്ഘാടനത്തിനെതിരെ, ഈ തട്ടിപ്പിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾ കല്ലിട്ടുണ്ടെങ്കിൽ പണിയുവാനും UDF-ന് അറിയാൻ സംശയമില്ല. അത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത്, ശ്രീ സക്കീർ ഹുസൈന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ കൗൺസിൽ അത് നടത്താതിരിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടു ആ നടപടി സ്വീകരിക്കാൻ. നഗരത്തിന്റെ അവസ്ഥയെല്ലാം തരിപ്പണമായില്ലേ? അബാൻ മേൽപ്പാലം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ? അവിടുത്തെ കച്ചവടക്കാർ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ? അതിൽ കൂടി റോഡിൽ കൂടി വാഹനങ്ങൾക്ക് പോകാൻ കഴിയും. പത്തനംതിട്ടയിലെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് വരുന്നത്. UDF-ന്റെ ഭാഗത്ത് വലിയ പ്രതിഷേധമാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉണ്ടാകുന്നത്. രാവിലെ ആരോഗ്യമന്ത്രിക്കെതിരെ ആരോഗ്യമേഖലയിലെ കെടുകാര്യസ്ഥത ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായി. ഔദ്യോഗിക വസതിക്ക് മുന്നിൽ റീത്ത് വെച്ച സംഭവം ഉണ്ടായി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നതിനിടയിലാണ് പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത്. ആ പ്രതികരണത്തിന് പിന്നാലെ പത്തനംതിട്ട ടൗൺ ഹാളിൽ വലിയ പ്രതിഷേധം ഉയരുകയായിരുന്നു. LDF UDF പ്രവർത്തകർ നേർക്കുനേർ എത്തുകയാണ്. പത്തനംതിട്ടയിലെ വികസന ഇല്ലായ്മ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF പ്രവർത്തകരുടെ പ്രതിഷേധം. LDF പ്രവർത്തകരും UDF പ്രവർത്തകരും നേർക്കുനേർ എത്തുന്ന സ്ഥിതിയാണ് പത്തനംതിട്ട ടൗൺ ഹാളിലുള്ളത്. മന്ത്രി പങ്കെടുത്ത യോഗമാകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. മന്ത്രിയെ കൂകി വിളിക്കുകയായിരുന്നു കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ. പത്തനംതിട്ട ടൗൺ ഹാളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കെടുത്ത യോഗം അലങ്കോലപ്പെട്ടിരിക്കുകയാണ്.
UDF പ്രവർത്തകരുടെ ഭാഗത്തും നേതാക്കളുടെ ഭാഗത്തും വലിയ പ്രതിഷേധം. അതിനെ പ്രതിരോധിക്കാൻ LDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉൾപ്പെടെ ഉണ്ടായി. അവിടെ ഒരു സംഘർഷ അന്തരീക്ഷമുണ്ട്. അതിനിടയിൽ മന്ത്രി അവിടെ നിന്ന് മാറുകയും ചെയ്തു. പത്തനംതിട്ട ടൗൺ ഹാളിൽ ആരോഗ്യമന്ത്രി വിളിച്ച യോഗം അലങ്കോലപ്പെട്ടു. ആരോഗ്യമന്ത്രിയെ കൂകി വിളിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. പ്രതിരോധിക്കാൻ LDF പ്രവർത്തകരുടെയും ശ്രമം. പത്തനംതിട്ടയിലെ വികസനമില്ലായ്മ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു UDF പ്രതിഷേധം. മന്ത്രി പങ്കെടുത്ത യോഗം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അവിടെ നേരിയ സംഘർഷ അന്തരീക്ഷവും രൂപപ്പെട്ടിട്ടുണ്ട്. പരസ്പരം പോർവിളികളുമായി LDF UDF നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് പത്തനംതിട്ട ടൗൺ ഹാളിൽ. LDF സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യവും UDF പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയിൽ ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതേസമയം നേരത്തെ തിരുവനന്തപുരത്ത് ഔദ്യോഗിക വസതിയിൽ മന്ത്രി വീണ ജോർജിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. റീത്ത് വെച്ചിരുന്നു. അതിനുള്ള പ്രതികരണവും മന്ത്രിയുടെ ഭാഗത്തുണ്ടായി. ഇപ്പോഴത്തെ പത്തനംതിട്ടയിൽ പ്രതികരണം വരുന്നു. മുഴുവൻ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഉടനെ മുഖ്യമന്ത്രി നടത്തും. അതിന് ചേരുന്ന സംഘാടക സമിതിയാണ് ഇവിടെ. അതുമായി ബന്ധപ്പെട്ട് ചേർന്ന പൂർത്തിയായ പദ്ധതികൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ വളച്ചുകെട്ടി ചോദിക്കുന്നത്? നിങ്ങൾ കാണുന്നതായല്ലോ. സ്റ്റേഡിയത്തിനെ എതിർത്തവരാണല്ലോ. അവർ ആന്റോ സ്റ്റേഡിയം എന്ത് സ്റ്റേഡിയത്തിന് അനുമതി നൽകാൻ ഈ 10 വർഷം പൂർത്തിയായ പദ്ധതി നിങ്ങൾ കണ്ടില്ലേ? സ്റ്റേഡിയത്തിന്റെ പണി നടന്നില്ലേ? 90% പണി പൂർത്തിയാ തടഞ്ഞവരല്ലേ? സ്റ്റേഡിയത്തിന്റെ അനുമതിക്കായി ഒരു ജനപ്രതിനിധി 24 മണിക്കൂർ സത്യാഗ്രഹം വരുന്ന നാടായത്. ഒരു കാര്യവും ചെയ്യാതെ ഒരു സ്റ്റേഡിയം നഗരത്തിലെ നിരവധിയായ പദ്ധതികൾ, ഈ പറയുന്ന BMC റോഡുകൾ, മുഴുവൻ റോഡുകൾ, അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ, നിരവധി സർക്കാർ ഓഫീസുകൾ ഇവിടുന്ന് പോകുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു. എത്രയോ നിരവധിയായ മുനിസിപ്പാലിറ്റിക്ക് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ കോളേജിന്റെ ഫ്രണ്ടുകളെ മുനിസിപ്പാലിറ്റി റോഡുകൾ നാട്ടുകാർക്ക് വേണ്ടിയല്ലേ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനെ പലതും ചോദിക്കും. നാട്ടിൽ പൂർത്തിയാക്കുന്ന ഓരോ പദ്ധതിയും ഈ നാട്ടിലെ പൊതുജനത്തിന് വേണ്ടിയുള്ളതാ അല്ലേ? റോഡുകൾ പൊതുജനത്തിന് വേണ്ടി പണി നടക്കുന്നുണ്ടല്ലോ. 18 മാസം കൊണ്ട് ഞാൻ കേസുകൾ അതിനെപ്പറ്റിയൊക്കെ മിനിസ്റ്റർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാ. പദ്ധതികളെല്ലാം പൂർത്തിയാക്കുമ്പോൾ ഒരു പദ്ധതിയും ജനത്തിന് വേണ്ടി LDF ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയത്തില്ല. എല്ലാ വികസനം അങ്ങനെയാണ് ഇതിനു മുമ്പ് ആയിട്ടുള്ളത്. LDF കൗൺസിലർമാരുടെ പ്രതികരണമാണ്. പൂർത്തിയാക്കിയ പദ്ധതി ഏതുണ്ട് എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ചു എന്ന പൊതു മറുപടിയാണ് വരുന്നത്. പദ്ധതികൾ പൂർത്തിയാകാതെ ഉദ്ഘാടന മാമാങ്കം നടത്തുന്നു എന്നാണ് കോൺഗ്രസിന്റെയും UDFന്റെയും ആരോപണം.